കാലമായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു വീഡിയോ ആണിത്. അതായത് ഞാൻ എങ്ങനെയാണ് ജമ്പിന് പോണത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ക്യാരി ചെയ്യണത്, കൊണ്ടുപോകണത് എന്നൊക്കെ ഉള്ളൊരു ചെറിയ വീഡിയോ. അപ്പോൾ ഈ ബാഗിലാണ് പാരച്യൂട്ടും പിന്നെ അൾട്ടിമീറ്ററും ലോഗ് ബുക്കൊക്കെ ഉള്ളത്. ഈ ബാഗിൽ എൻ്റെ ഹെൽമെറ്റ്, എനിക്ക് ഇന്നേക്ക് വേണ്ട ഫുഡ്, കാര്യങ്ങൾ, അങ്ങനത്തെ എല്ലാ സെറ്റപ്പും കൊണ്ടാണ് നമ്മൾ പോണത്. കാരണം ഈ സ്പോട്ട് നമുക്ക് ഓൾറെഡി എക്സ്പെൻസീവാണ്. അപ്പോൾ നമ്മൾ അതിലെങ്ങനെ സെറ്റപ്പായി കുറേ ജംപ്സ് ചെയ്യാം എന്നുള്ളതാണല്ലോ നമ്മുടെ മെയിൻ മോട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടി നമ്മൾ താങ്ങി നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോകുന്നു, ബസ് കയറുന്നു, ഡ്രോപ്പ് സോണിലെത്തുന്നു. ഓക്കെ, അല്ലെങ്കിൽ ആരെങ്കിലും ലിഫ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് പിടിച്ചിട്ടാണ് നമ്മൾ പോവാറ്. പിന്നെ ദുബായ് ലൈസൻസൊക്കെ എടുത്തിട്ടുണ്ട്, കാറ് വാങ്ങാനുള്ള ഓരോ പരിപാടിയിലാണ്. പക്ഷേ അങ്ങോട്ട് സെറ്റായിട്ടില്ല. ഇൻഷാ അല്ലാഹ് എല്ലാം സെറ്റാവും. ഓക്കെ, പല തവണയും പല പോലെയാണ് പോകാറ്. പക്ഷേ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് മാക്സിമം ഉപയോഗിക്കാറ്. ഇപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിട്ട് പിന്നെ അബ്രയിൽ കയറിയിട്ട് നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ അവിടെ നിന്നാണ് പോയത്. ഇങ്ങനെ ജമ്പ് ചെയ്യുന്നതിന് ട്രാക്കിംഗ് എന്നാണ് പറയുക. ഈ ചാട്ടം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ ജമ്പ് ചെയ്യുന്ന റമീസ് ഖാൻ്റെ കൂടെയും പിന്നെ ജിതിൻ്റെ കൂടെയാണ്. ഒരു ലുക്ക് ഇടുങ്ങട്. അപ്പോൾ നമ്മളുടെ സീസൺ അവസാനിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ സീസൺ അവസാനിക്കുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. എന്ത് മനുഷ്യനാണ് ഇയാൾ? സ്കൈഡേ ദുബായിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കണ്ടിട്ടുണ്ടാവും സീസൺ റോളപ്പ് ചെയ്യുന്നത്. സീസൺ കഴിയുന്നതിൻ്റെ ഒരു തലയുടെ മേലെ കൂടെ വിമാനം പോണ ഒരു വീഡിയോ. ആ വീഡിയോ അല്ലെങ്കിൽ ആ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും ഞങ്ങളായിരുന്നു അവിടെ നിന്ന് മോഡൽസ്. അപ്പോൾ ഇതേപോലെ വിമാനം 2 തവണ തലയുടെ മേലെ കൂടെ പോയതിന് ശേഷമാണ് ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു നല്ലൊരു വീഡിയോ കിട്ടിയത്. അങ്ങനെ സ്കൈഡേ ദുബായിൻ്റെ സീസൺ അവസാനിച്ചിരിക്കുന്നു. പക്ഷെ നമ്മൾ ചാട്ടം എന്തായാലും ഇനിയും ഉണ്ടാവും. വേറെ നല്ലൊരു വീഡിയോയുമായി പിന്നെ കാണാം. ടാറ്റാ ബൈ ബൈ.